ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇതുപോലെ ചെറിയ പഫ് സ്ലീവൊക്കെ വെച്ച് ഓർഗൻസ മെറ്റീരിയൽ ലൈൻ കുർത്തി എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഓർഗൻസ മെറ്റീരിയലിലുള്ള ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേ രീതിയിൽ 4ആയിട്ട് മടക്കിയിട്ടാണ് നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഷോൾഡറിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോളും അതുപോലെ തന്നെ 7 ഇഞ്ച്, നെക്കിനും 7 ഇഞ്ച് തന്നെയാണ്. ഇത് വീനെക്കാണ്. ഇത് കണ്ടോ, ബാക്ക് നമുക്ക് കുറച്ചെടുത്താൽ മതി, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് എടുത്താൽ മതി. ഫ്രണ്ട് നെക്കിന് 7 ഇഞ്ച്. ചെസ്റ്റ് കണ്ടോ, ചെസ്റ്റ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ്. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്ലിറ്റ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യാം. 20, 21 നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് ലൈൻ ഇങ്ങനെ ടേപ്പ് വെച്ചേക്കുന്നുണ്ടല്ലോ, ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടിട്ട് 2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ആ മിഡിൽ പോയിൻറ്റിലേക്കൊന്ന് വരച്ചെടുത്തിരിക്കുകയാണ്. ഓക്കെ, സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതേ രീതിയിൽ വിട്ടെടുക്കാം. അതുപോലെ തന്നെ 3 ഇഞ്ച് താഴ്ത്തി 3 ഇഞ്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത് സ്ലീവിൻ്റെ ലെങ്ത്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് തയ്യൽ തുമ്പാണ്. ഇതേ രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടോ, നമുക്കിങ്ങനെ നല്ല പാർട്ട് കൂടി കട്ട് ചെയ്ത് വയ്ക്കാം, ചെറിയ പഫിനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്ക് പാർട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഒരു ചെറിയ പീസ് നല്ല പാർട്ടും ലൈനിങ് പാർട്ടും ഒന്നിച്ച് വെച്ച് ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, മറിച്ചിടുന്നതിന് വേണ്ടിയാണ് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പീസ് ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ച് ഇതേ രീതിയിലൊന്ന് അരികെ ചേർന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ പീസ് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഈ ലൈനിങ് പാർട്ടിലേക്ക് മാത്രമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേ രീതിയിൽ 2 പാർട്ടും, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് ഫ്രണ്ട് പാർട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. വീനെക്കാണ്. ഇനി ഷോൾഡർ ഒന്ന് യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ വെച്ചിട്ട് ഇത് കണ്ടല്ലോ. ഓക്കെ, ഈ ലൈനിങ് പാർട്ടും ഇതും നല്ല പാർട്ടും തമ്മിൽ ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഈ ലൈനിങ് പാർട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ പറയുന്നില്ല, വേഗം പറഞ്ഞു പോവുകയാണ്. കാരണം ഇതേ രീതിയിലുള്ള കുറേ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, പഫിനായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് പീസാണ്. ഇവിടെ നമുക്ക് 2-3 പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പ്ലേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ പഫായതുകൊണ്ട് 3-4 പ്ലേറ്റ്സ് കൂടുതൽ ഇടേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ ലൈനിങ് ഞാനിവിടെ പഫിന് വേണ്ടി കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞാനൊന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഈ രീതിയിലുള്ള പഫാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ സെൻറ്റർ പോർഷൻ, അതായത് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൈയൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതാണ് ലൈനിങ് പാർട്ട്. ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിത് നീങ്ങി പോകുന്നതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സ്ലീവിൽ വെച്ചടിക്കുന്നത്. ഇതുണ്ട്, ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് സ്ലീവിന് വിട്ടിരിക്കുന്നത്. ആ 1 ഇഞ്ച് വെച്ചിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ബോഡി പാർട്ടിന് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട്
ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് വരുമ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.